അതെ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ട പോലെ ഇത്രയും ഫണ്ണായിട്ടാണ് ഞാൻ എൻ്റെ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യാറുള്ളത്. വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇതുപോലെ കോട്ടന്റെ ടോപ്പും അതുപോലെ തന്നെ കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള പാന്റാണ്. ഈ പാന്റ് ഞാൻ സ്റ്റുഡിയോ നിന്ന് വാങ്ങിയതാണ്. 3 മാസം മുമ്പ് ഞാൻ ജിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 125 കിലോ ആണ് ഉണ്ടായിരുന്നത്. അതിന്നിപ്പോൾ ഞാൻ 7 കിലോ കുറച്ചത് നല്ലൊരു ജിമ്മും നല്ല വർക്കൗട്ട് പാർട്ട്നേഴ്സും ഉണ്ടായതുകൊണ്ടാണ്. ഇന്ന് ഞങ്ങളുടെ ക്രോസ്ഫിറ്റ് ഡേ ആണ്. ആഴ്ചയിൽ ഒരു ദിവസം ക്രോസ്ഫിറ്റ് ആണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി മൂവ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവർ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന 5 വർക്കൗട്ടാണ് ഇന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മേ ബി ഞാൻ ചെയ്യുമ്പോൾ ഇത്രക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു വീഡിയോ എടുത്തത്. ഇങ്ങനെ 2, 4, 6, 8, 10 എന്ന് പറഞ്ഞ് മുകളിലോട്ടും 10, 8, 6, 4, 2 എന്ന് പറഞ്ഞ് താഴോട്ടും സെറ്റ് ആയിട്ട് ചെയ്യുക. 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞ് 30 സെക്കൻഡ് ബർപ്പിയും 30 സെക്കൻഡ് ജമ്പിങ് ജാക്സും ചെയ്ത് 1 മിനിറ്റ് റെസ്റ്റും കൊടുക്കണം. നമ്മളൊക്കെ ഹെൽത്ത് ആൻഡ് ബോഡി കണ്ടീഷൻ നോക്കി നമുക്ക് വേണ്ട റിസൾട്ടിനനുസരിച്ചാണ് ഇവർ ഓരോ ദിവസത്തെയും വർക്കൗട്ട് നമുക്ക് തരിക. അപ്പൊ ഇന്നത്തെ ടാസ്ക് ഇതൊക്കെയായിരുന്നു. എന്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന 2 ആളും പ്രൊഫഷണൽ ജിം ട്രെയിനേഴ്സ് ആണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പറ്റുന്ന പോലെ ഓരോ വർക്കൗട്ടും പെർഫെക്റ്റ് ആയിട്ട് മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യാനാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ മറക്കാതെ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രെച്ചിങ്ങും. ഇത് ഒരിക്കലും മിസ് ചെയ്യാതെ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഈവൻ നിങ്ങൾ കാർഡിയോ മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും വാമപ്പും സ്ട്രെച്ചിങ്ങും മറക്കാതെ ചെയ്യണം. ജിമ്മിൽ വരിക എന്നുള്ളത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യലും കൂടിയാണ്. അപ്പൊ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇതേപോലെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ജിമ്മിൽ നിന്ന് തിരിച്ചു പോരാനുള്ളൂ. പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കാറില്ല. എന്റെ ലൈഫിൽ ഞാൻ മിസ് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ജിമ്മിൽ വന്നിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ 2 ആൾക്കാരെ നിങ്ങൾ ഇപ്പൊ കണ്ടു. ഇനിയില്ല ബാക്കി ആൾക്കാരൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് കാണിക്കട്ടെ.